എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ TV പ്രോഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം കുറച്ച് പിന്നണി പ്രവർത്തകരുടെ പേരുകളൊക്കെ എഴുതി കാണിക്കാറുണ്ട്. നമ്മളൊരിക്കലും ഈ പേരുകളൊക്കെ ശ്രദ്ധിക്കാറില്ല. നമ്മളപ്പോൾ തന്നെ ചാനൽ ചേഞ്ച് ചെയ്ത് ആ പേരുകളും ലിസ്റ്റുകളൊക്കെ നമ്മൾ മാറ്റാറുണ്ട്. അതിലാരും താല്പര്യം കാണിക്കാറില്ല, കാണുന്നതിലും വായിക്കുന്നതിലുമൊക്കെ. ആ പ്രോഗ്രാം ചെയ്തവരൊരു പക്ഷേ അത് വായിക്കുമായിരിക്കും. ആ ഒരു പ്രോഗ്രാം അത്ര മനോഹരമാക്കി, നമ്മളാ എൻജോയ് ചെയ്ത ആ പ്രോഗ്രാം അത്ര മനോഹരമാക്കി തീർക്കുന്നത് ആ പിന്നണി പ്രവർത്തകരാണ്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ ഉടലെടുക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ ഇതുപോലെ കുറച്ച് പിന്നണി പ്രവർത്തകരെയാണ്, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ആ പിന്നണി പ്രവർത്തകരൊക്കെ സുവിശേഷങ്ങളായി അറിയപ്പെടുന്നു. അനശ്വര കഥാപാത്രങ്ങളായി അവരിന്ന് മാറുകയാണ്. അവർ ചെയ്തിട്ടുള്ള ആ ചെറിയ പ്രവൃത്തി അല്ലെങ്കിൽ ആ വലിയ പ്രവൃത്തി കർത്താവ് വിലമതിക്കുന്നു. അവരെല്ലാം സുവിശേഷമായി എഴുതപ്പെടുന്നു. ഇന്ന് കുറേ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു, സഹായിച്ച സ്ത്രീകൾ. യേശുവിൻ്റെ സുവിശേഷ വേലയ്ക്ക് സഹായിച്ച എല്ലാ വ്യക്തികളെയും കുറിച്ചാണ് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഒരു യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു യഹൂദ റബിയുടെ പിന്നാലെ ഇത്രമാത്രം സ്ത്രീകൾ പോകുന്നത് ഒരിക്കലും ആരും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മനോഭാവമെന്ന് പറയുന്നത് താൻ ലോകരക്ഷകനായതുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുവാനായിട്ടുള്ള, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയവിശാലത യേശുവിനുണ്ടായിരുന്നു. അതാണ് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് പാപികളുണ്ട്, മാനസാന്തരപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്, അങ്ങനെയല്ല സ്ത്രീകളുണ്ട്. അവരെ എല്ലാവരെയും യേശു തൻ്റെ ശിഷ്യ സഞ്ചയത്തിൽ ഉൾക്കൊള്ളുന്നു. മാത്രമല്ല, അവർ ചെയ്ത സുവിശേഷ വേലയെ, ശുശ്രൂഷയെ കർത്താവ് അംഗീകരിച്ചതിനെ സുവിശേഷമാക്കി അനശ്വര കഥാപാത്രങ്ങളാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതിനകത്തൊരു പാഠമുണ്ട്. നമ്മൾ ഒരുപക്ഷെ അറിയപ്പെടാതെ, ചിലരൊക്കെ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആലയത്തിൽ അറിയപ്പെടാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. ഓർക്കുക, അവരെല്ലാം സുവിശേഷമാണ്. കർത്താവ് അവർ ചെയ്ത ആ മനോഹരമായ നല്ല പ്രവൃത്തിയെ അംഗീകരിക്കുന്നുണ്ട്. നമുക്കും കർത്താവിൻ്റെ മനോഭാവം ഉൾക്കൊള്ളാം. ആരെയും മാറ്റി നിർത്താതെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര ചെറുതാണെങ്കിലും അവരെ അംഗീകരിക്കുവാൻ, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളെയും ആരെയും മാർജിനിട്ട് പുറത്തു നിർത്താതെ, അതിർത്തി വരമ്പിട്ട് പുറത്തു നിർത്താതെ എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ടുള്ള ആ ഒരു ഹൃദയവിശാലത ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അറിഞ്ഞോ അറിയാതെയോ ആരെയെങ്കിലും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് മാപ്പപേക്ഷിക്കാം. നമുക്ക് നന്മ ചെയ്യാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ വേല ചെയ്യാനായിട്ട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും